ഹലോ, വെൽക്കം ടു സറാഷ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു മേക്കപ്പ് ട്യൂട്ടോറിയലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നോർമലി എനിക്ക് കൂടുതലായിട്ടും ഹെയർ സ്റ്റൈലായിട്ടുള്ള ബ്രൈഡ്സ് ആണ് കേട്ടോ കിട്ടാറുള്ളത്. വളരെ ചുരുക്കം മാത്രമേ എനിക്ക് കമ്പാരാക്റ്റീവ്ലി കുറവാണ് എനിക്ക് ഹിജാബി ബ്രൈഡ്സ് കിട്ടുന്നത്. എനിക്ക് ഹിജാബി ബ്രൈഡ്സിനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ കിട്ടൽ കുറവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐബ്രോസിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് മുമ്പായിട്ട് ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്യും കേട്ടോ. ഐബ്രോസ് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്തെന്ന് വെച്ചാൽ, ഒരു ജെൽ ഐബ്രോസ് എടുത്തിട്ട്, അതായത് ജെല്ല് എടുത്തിട്ട് അത് ഔട്ടർ കോർണർ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിന് ഉള്ളിലായിട്ട് നമ്മൾ ഏതെങ്കിലും പൗഡറായിട്ടുള്ള ബ്രൗൺ ഐബ്രോ പാലറ്റിലുണ്ടാകുന്ന ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പകുതി ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ്ങിൽ ഫില്ല് ചെയ്യാതെ ബാക്കിയുള്ള പോർഷൻസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എൻഡിലായിട്ട് അതിൽ തന്നെ ബ്ലാക്ക് ഷാഡോ എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം ഒരു കൺസീലർ, ഇത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കൺസീലർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫെയർ ഷെയ്ഡുള്ള ഒരു കൺസീലർ നോക്കിയിട്ട് എടുത്ത് ഒരു നല്ല പ്രിസൈസ് ആയിട്ടുള്ളൊരു ബ്രഷ് കൊണ്ട് ഈ ഐബ്രോസിന് താഴെ നല്ല പ്രിസൈസ് ആയിട്ടൊന്ന് എഴുതി കൊടുക്കുക. മീൻസ് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഡ്രോ ചെയ്ത് കൊടുക്കുക. ഇതേ പ്രൊസീജിയർ മേലെയും, അതായത് ഐബ്രോസിൻ്റെ മേലത്തെ പാർട്ടിലും കൂടെ ചെയ്യുക കേട്ടോ. അപ്പം ഐബ്രോസ് നന്നായിട്ട് ഇങ്ങനെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും. അതിലെന്തെങ്കിലും അതുപോലെ എക്സസ് ആയിട്ട് എന്തെങ്കിലും ഹെയർ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡ്രോ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു ഷേപ്പായിട്ട് കിട്ടാനും ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഷെയ്ഡ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ചൊരു ഫെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ട് മാത്രം ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം അത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ചിലർക്ക് വന്നിട്ട് ത്രെഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാകും. ചിലർക്ക് തീരെ ഐബ്രോസ് ഇല്ലാത്ത കുട്ടികളുണ്ടാകും. മാക്സിമം ത്രെഡ് ചെയ്യാനായിട്ട് പറയുക. ഇനി ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഈ ഹെയർ പുറത്തേക്ക് എക്സസ് ആയിട്ടുള്ള ഹെയർ കാണാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഐലിഡ്സ് നന്നായിട്ടൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുക. ചില ആൾക്കാർക്ക് ഈ ഡാർക്ക് സർക്കിൾസിൻ്റെ പ്രശ്നമുള്ള സമയത്ത് ഐലിഡ്സിൻ്റെ മേലെയും ഡാർക്കായിട്ട് കാണപ്പെടും. അപ്പോൾ അതൊന്ന് കളർ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ കൺസീലർ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ആൾക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആൾക്ക് നല്ല പനിയായിരുന്നു കേട്ടോ തലേ ദിവസമൊക്കെ. അതുകൊണ്ട് ഭയങ്കര ടയേർഡായിട്ട് മെഡിസിൻസ് ഈ ഒരു മേക്കപ്പിന് സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആൾ വൊമിറ്റൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ ടയേർഡ്നെസ്സും ആളുടെ ഫേസിൽ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് കമ്മിങ് ടു ദ മേക്കപ്പ്. ഐ ഷാഡോ ഞാൻ ചെയ്യുന്നത് താഴെ നിന്നും മേലേക്കാണ് കേട്ടോ. ഡാർക്കർ ടു ലൈറ്റർ ഷെയ്ഡായിട്ടാണ് ഞാൻ വരാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ ഞാനൊരു ജെൽ ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വിങ് ലൈനർ, ഒരു ചെറുതായിട്ടൊരു വിങ് പോലെ ഇട്ടിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, ഉള്ളിലുള്ള വൈറ്റ് പാർട്ട് ജസ്റ്റ് ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പൊക്കി പിടിച്ചതിന് ശേഷം ഉള്ളിലും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം അത്ര ടയേർഡായിരുന്നു കേട്ടോ ആൾ. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കണ്ണൊന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു കണ്ണിൽ അങ്ങനെ ചെയ്തിട്ടും ഒരു കണ്ണിൽ ചെയ്യാതെയും നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട് പോയപ്പോഴാണ് കേട്ടോ ഞാനങ്ങനെ എല്ലാ ബ്രൈഡ്സിനും ചെയ്യാനായിട്ട് തുടങ്ങിയത്. എന്നിട്ട് നമ്മളൊരു തിക്കായിട്ടുള്ളൊരു ബ്രഷ് വെച്ചിട്ട് ഇതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതായത് ജെൽ ഐലൈനർ, ഇത് സ്വിസ് ബ്യൂട്ടിൻ്റെ ജെൽ ഐലൈനറാണ് കേട്ടോ. സ്മഡ്ജ് ചെയ്യുന്ന എല്ലാ ഐ ലുക്കിനും ഈ ഒരു ജെൽ ഐലൈനർ പെർഫെക്റ്റ് ആണ്. കാരണം ഭയങ്കര ഹാർഡല്ല, ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നമുക്ക് സ്മഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റിലുള്ള ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആളുടെ കോസ്റ്റ്യൂം കണ്ടില്ലേ, കോസ്റ്റ്യൂം മീൻസ് സാരി ആയിരുന്നു. ആ സാരിക്ക് മാച്ചാവുന്ന ഒരു പിങ്കും ഗോൾഡൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഔട്ടർ കോർണർ ടു ഹാഫ് അത് വന്നിട്ട് നമ്മൾ ഒരു പിങ്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കൊടുത്തത്. എപ്പോഴും കൊടുക്കുന്ന സമയത്ത് നന്നായി ഡിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ബ്രഷിൽ ടച്ച് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ഒന്ന് തട്ടിക്കളയുക. അതിനുശേഷം മാത്രം ഐസിലേക്ക് വെക്കുക കേട്ടോ. അപ്പം ലേറ്റായിട്ടാണ് ഷെയ്ഡ് ഐലിഡ്സിലേക്ക് വരുള്ളൂ.
എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അല്ലാതെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ചിലത് ഭയങ്കര പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അത് എല്ലാ ബ്രൈഡ്സിനും അല്ലെങ്കിൽ എല്ലാ ഔട്ട്ഫിറ്റ്സിനും ഒന്നും ചേർന്നൊന്നും വരില്ല. ഇനി നമ്മൾ കട്ട് ക്രീസ് ചെയ്തിട്ടാണ് കേട്ടോ അതായത് ഗ്ലിറ്റർ കൊടുക്കുന്നത്. അപ്പോൾ കട്ട് ക്രീസ് ചെയ്യാനായിട്ട് ഒരു കൺസീലർ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പകുതിയായിട്ട് ഒരു സെമി സർക്കിൾ ഡ്രോ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുക. നോർമൽ കൺസീലർ വെച്ച് ഡ്രോ ചെയ്തതിന് ശേഷം പൗഡർ വെച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. അതിന് മേലെ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഒന്നുകൂടെ ബ്രൈറ്റർ ആയിട്ട് കാണാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിറ്റർ ഗ്ലൂസ് അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ. അത് വാങ്ങിയിട്ട് അതിന് മേലെ നമ്മൾ ഗ്ലിറ്റർ അപ്ലൈ ചെയ്താലും ഒന്ന് പോപ്പപ്പ് ചെയ്ത് നിൽക്കും. ഭയങ്കര സട്ടിലായിട്ട് അല്ലെങ്കിൽ ഗ്ലിറ്റർ ഇട്ട് തന്നെ അല്ലാതെ അങ്ങ് കാണണ്ട എന്നുള്ള ബ്രൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ കട്ട് ക്രീസ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗ്ലിറ്റർ അപ്ലൈ ചെയ്തതിന് ശേഷം അത് അങ്ങനെ തന്നെ വിടാതെ എന്ത് ഐ ഷാഡോ ആണോ നമ്മൾ ഫസ്റ്റ് കൊടുത്തത് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിന് മാച്ചാവുന്ന ഒരു കളർ എടുത്തിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലിറ്ററും നമ്മുടെ മുമ്പത്തെ ഐ ഷാഡോവും കൂടെ ഒന്ന് ബ്ലെൻഡായി പോകും കേട്ടോ. പിന്നെ നമ്മൾ യൂറോ പാരീസിൻ്റെ ഐലാഷസ് ആണ് കേട്ടോ വെക്കുന്നത്. എന്താ നമ്പർ എന്നുള്ളത് എനിക്ക് മറന്നുപോയി. അപ്പോൾ ഐലാഷ് ഫിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഐസ് ഓപ്പൺ ചെയ്യാതെ നമ്മളുടെ കയ്യിലുള്ള ഐലാഷ് ഗ്ലൂ എടുത്തിട്ട് മേലെ കൂടെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക, ഐലൈനർ പോലെ കേട്ടോ. അപ്പോൾ അത് ഈ ഇന്നർ കോർണർ ഇങ്ങനെ പറഞ്ഞു പോവുക എന്നുള്ളൊരു പ്രശ്നങ്ങളൊന്നും നമുക്ക് വരില്ല. ഇനി നമുക്ക് മെയിൻ ഫേസിലോട്ട് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ എക്സസ് ആയിട്ടുള്ള എല്ലാ അണ്ടർ ഐസിലുള്ള ഫോൾ ഔട്ട്സും ക്ലീൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ചെയ്യുന്നത് ഇനി നമ്മൾ മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് പിന്നെ എല്ലാവർക്കും എല്ലാ മോയ്സ്ചറൈസറും സ്യൂട്ട് ആണെന്നില്ല. ചില മോയ്സ്ചറൈസർ ഓൾ സ്കിൻ ടൈപ്പിൽ ആയിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മോസ്റ്റ്ലി നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് അതായത് സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ. അതിനുശേഷം നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രൈമർ അപ്ലൈ ചെയ്ത് എല്ലാത്തിനും കുറച്ചൊന്ന് ടൈം കൊടുത്തതിന് ശേഷം മാത്രം അടുത്തടുത്ത പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ അത് അബ്സോർബ് ആവാൻ അതിനൊരു ടൈം കിട്ടില്ല. ഇനി നമ്മൾ കൺസീലറാണ് കേട്ടോ ചെയ്യുന്നത്. കളർ കറക്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഫേസിൽ വല്ലാത്ത ഡാർക്ക് സർക്കിൾസോ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു കൺസീലർ വെച്ചിട്ട് കൺസീൽ ചെയ്താൽ തന്നെ ആളുടെ ഫേസ് ഒന്ന് സെറ്റാകും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫോറെവർ 52ൻ്റെ കൺസീലർ പാലറ്റിലുള്ള ഷെയ്ഡാണ് കേട്ടോ. ആ ഷെയ്ഡ് വെച്ചിട്ട് അണ്ടർ ഐസ് ഒന്ന് കൺസീൽ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫുൾ ഫേസും ആ സെയിം കൺസീലർ വെച്ചിട്ട് ചെറുതായിട്ടൊരു ലെയർ ഇങ്ങനെ തട്ടിയില്ല എന്നുള്ളൊരു ലെയറിൽ ഞാൻ ഫുൾ ഫേസ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഒരു ഹെവി ഫിനിഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാ സാധനങ്ങളും കവർ ചെയ്യുന്നത് ഫൗണ്ടേഷനിലായിരിക്കും. അപ്പോൾ അത്രയും കവറേജ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫൗണ്ടേഷൻ ഒരു ഹെവി ലെയറായിട്ട് ഫീൽ ചെയ്യും. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കൺസീലർ വെച്ചിട്ട് തന്നെ ഒരു റൗണ്ട് നമ്മൾ ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത്. അത് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായി ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലവർ ചോദിക്കാറുണ്ട് ബ്രഷ് മാത്രം യൂസ് ചെയ്താൽ പോരെ അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ മാത്രം യൂസ് ചെയ്താൽ പോരെ എന്ന്. ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ക്ലിപ്സ് ഇതിൽ കാണാനില്ല, മിസ്സായതാണോ അല്ല ഞാൻ ആഡ് ചെയ്യാൻ മറന്നാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാക്കിൻ്റെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചും കൂടെ നമ്മൾ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഫേസിൽ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ബ്യൂട്ടി ബ്ലെൻഡറിലേക്ക് അബ്സോർബ് ആകും. അപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഹൈലൈറ്റിംഗ് കൺസീലറാണ് കേട്ടോ ഇടുന്നത്. എപ്പോഴും ഹൈലൈറ്റിംഗ് കൺസീലർ നമ്മളുടെ സ്കിൻ ടോണിനെക്കാളും കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്യുക. നമ്മൾ എവിടെയൊക്കെയാണോ ഫേസിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അവിടെയൊക്കെയാണ് കേട്ടോ ഹൈലൈറ്റിംഗ് കൺസീലേഴ്സ് കൊടുക്കുക. അണ്ടർ ഐസ്, നോസിൻ്റെ ബ്രിഡ്ജസ്, അതുപോലെ ഈ ചീക്സിൻ്റെ ബോണില്ലേ അവിടെ, ഫോർഹെഡിൽ അവിടെയൊക്കെയാണ് കേട്ടോ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൊടുത്തതിന് ശേഷം ഈ ലൈൻസ് വരുമല്ലോ അണ്ടർ ഐസിൽ, അത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്യണം. അതൊന്ന് ബേക്ക് ചെയ്ത് എടുത്താൽ പിന്നെ ആ ഒരു ക്രീസിങ്ങിൻ്റെ പരിപാടി അത്രത്തോളം വിസിബിൾ ആയിരിക്കില്ല. ചിലർക്ക് വിസിബിൾ ആയിരിക്കും. സ്കിൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ആൾക്കൊന്ന് കോണ്ടോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ഈ പൗഡർ വെച്ച് സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ പൗഡർ കോണ്ടോറാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഡാർക്കസ്റ്റ് ഷെയ്ഡുള്ള ഒരു കോമ്പാക്റ്റ് പൗഡറിന്
കോമ്പാക്റ്റ് പൗഡറാണ് കേട്ടോ ഇവിടെ കോണ്ടോറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതും നമ്മൾ നന്നായിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ലൈൻസ് ഇങ്ങനെ ഭയങ്കര വിസിബിളായിട്ട് അറിയും കേട്ടോ. അപ്പോൾ മേക്കപ്പ് റെവല്യൂഷൻ്റെ ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ആൾക്ക് നന്നായിട്ട് ബ്ലഷ് ഇടുന്നതാണ് ആഗ്രഹം. അങ്ങനെ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഫേസ് കാണാൻ നമുക്ക് പേടിയാകുന്നുണ്ടല്ലേ, പക്ഷേ ഈ ലിപ്സ്റ്റിക്കും ഹൈലൈറ്ററും എല്ലാം വരുമ്പോഴാണ് കേട്ടോ ഫേസ് ഒന്ന് ഭംഗിയാവുക. കുറേ ബ്രൈറ്റ്സ് പകുതി മേക്കപ്പ് എത്തുമ്പോൾ തന്നെ ചോദിക്കാറുണ്ട്, അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. പക്ഷെ അവർ തന്നെ പറയാറുണ്ട് ഈ ലാസ്റ്റ് മേക്കപ്പ് കഴിയുന്ന സമയത്ത് കൊള്ളാലോ, നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് മാത്രമേ മേക്കപ്പ് നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ ഇടയിലിടയിൽ കാണുന്ന ടൈമിൽ നമുക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതിനുശേഷം നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മസ്കാര ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഐലാഷും നമ്മളുടെ ലാഷസും കൂടെ ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ ലിപ്സ്റ്റിക്കാണ് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആളുടെ സാരിക്ക് എക്സാക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു നമ്മുടെ സുഡിയോൻ്റെ ബെറി ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡിന് പ്രൈസ് വന്നിട്ട് വെറും 125 റുപ്പീസ് എന്തോ ഉള്ളൂ. പക്ഷേ ഇത് രാവിലെ ഇട്ട് രാത്രി ആയാലും പോലും കേട്ടോ, അത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഡ്രോ ചെയ്യുന്നത് പെൻസിൽ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ. ലിപ്സ്റ്റിക് ഇടുന്ന ബ്രഷല്ല, പെൻസിൽ ബ്രഷ് വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പ്രിസൈസ് ആയിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് ലിപ്സ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ഫൈനലായിട്ട് പാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു ഗ്ലോ വരുന്നില്ലേ. പാക്കിൻ്റെ ഈ ഒരു മൈക്രോ ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ എന്ന് പറയുന്നത് ഒരു ഡ്യൂയി ഫിനിഷ് തരുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി ഫിനിഷായിരിക്കും കിട്ടുന്നുണ്ടാവുക. പിന്നെ സാരി, ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രൈഡിൻ്റെ സാരി ഇതായിരുന്നു കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ഇതിൻ്റെ ഷെയ്ഡ്സ് ആണെങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫ്ലഫി പ്ലീറ്റ്സും എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുൾ ഓർണമെൻറ്റ്സും കംപ്ലീറ്റ് ചെയ്ത് ഹിജാബും ചെയ്ത് നമ്മൾ സൈഡ് ചൂട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലുക്കാണ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റുഡിയോനെ പുറത്ത് വെച്ചിട്ട് ഡേ ലൈറ്റിൽ എടുത്തിട്ടുള്ളതാണ്. ഇത്ര നേരം ഇൻസൈഡ് ആയതുകൊണ്ടാണ് ആ ഒരു ഷെയ്ഡ്. അപ്പം എല്ലാവരും മേക്കപ്പ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സഹ്റാഷ് ബ്യൂട്ടി മേക്ക് ഓവെന്നോ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കോ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറേ പേര് ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ട്. ഞാൻ കുറേ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനിയും കുറേ അപ്കമിങ് ബ്രൈറ്റ്സ് വരാനുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.